നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനം. 62 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി ഈ വർഷം മിഗ് വിമാനങ്ങൾ പിൻവാങ്ങുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂട്ടാവുക LCA Mark 1A യുദ്ധവിമാനങ്ങളായിരിക്കും. 97 തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളാണ് വാങ്ങുക. ഇതിനായി 62,000 കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുക. ഇതിനായുള്ള കരാർ ഉടൻ ഒപ്പിടും. കാലപ്പഴക്കം ചെന്ന MiG-21 യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് പകരമാണ് തേജസ് വിമാനങ്ങൾ എത്തുക. 4.5 തലമുറയാണിത്. 97 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ഇതിനു മുൻപ് 40 തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഇതിനപേക്ഷിച്ച് മാർക്ക് 1 പതിപ്പ് സാങ്കേതികമായി കൂടുതൽ മികച്ചവയാണ്. മെച്ചപ്പെട്ട ഏവിയോണിക്സ്, റഡാർ എന്നിവയാണ് തേജസ് മാർക്ക് 1A പ്രത്യേകതകൾ. ഇതിനു പുറമെ വിമാനത്തിന്റെ 65% തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാണ്. തേജസിന്റെ മാർക്ക് 2 പതിപ്പിന്റെ വികസനം അന്തിമഘട്ടത്തിലാണ്. തേജസ് മാർക്ക് 2വിന്റെ 200 യൂണിറ്റുകൾ വ്യോമസേന വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ നിലവിൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലുള്ള AMCAയുടെ ഉൽപാദനം തുടങ്ങിയാൽ 200 വിമാനങ്ങൾ വ്യോമസേന വാങ്ങിയേക്കും. LCA യുദ്ധവിമാന പദ്ധതി ഇന്ത്യൻ വ്യോമസേനയും പൊതുമേഖലാ സ്ഥാപനമായ HALലും അടുത്തിടെ വിലയിരുത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം വ്യോമസേനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മിഗ് വിമാനങ്ങൾ പിൻവാങ്ങുമ്പോൾ പകരക്കാരനാകേണ്ട ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണം മന്ദഗതിയിലായതും ആശങ്ക ഉയർത്തിയിരുന്നു. LCA Mark 1A വ്യോമസേനയുടെ ഭാഗമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 83 വിമാനങ്ങൾക്ക് 48,000 കോടി രൂപയുടെ ഓർഡർ നൽകിയിരുന്നു. സർക്കാർ എഞ്ചിനുകൾ ലഭിക്കാൻ വൈകിയതോടെ ഇവയുടെ ഡെലിവറിയും വൈകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 97 വിമാനങ്ങൾക്ക് വേണ്ടി 65,000 കോടി രൂപയുടെ മറ്റൊരു ഓർഡർ നൽകുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച പോർവിമാനങ്ങളാണ് LCA Mark 1A. തദ്ദേശീയ സൈനിക വിമാനത്തിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓർഡറാണിത്. ടെൻഡറിനൊപ്പം പ്രതികരിക്കാൻ HALന് 3 മാസത്തെ സമയം നൽകിയിട്ടുണ്ട്. MiG-21, MiG-23, MiG-27 വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഈ തദ്ദേശീയ പോർവിമാന നിർമ്മാണ പദ്ധതി രാജ്യത്തുടനീളം പ്രതിരോധ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും തേജസ് വിമാനങ്ങൾ. രാജ്യത്തിനകത്ത് തന്നെ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി. ഇതിനുവേണ്ടിയുള്ള നിക്ഷേപങ്ങൾക്ക് നിലവിൽ സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യത്തെ ഓർഡർ വൈകിട്ടും അത് കാര്യമാക്കാതെ രണ്ടാമത്തെ ഓർഡറും നൽകിയത് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയിലുടനീളമുള്ള പ്രതിരോധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന 100 കണക്കിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനകരമാകും. ചരിത്രം പരിശോധിച്ചാൽ 2001 മുതൽ തേജസ് എന്ന പേര് സജീവമാണ്. കാരണം 2001ലാണ് ആദ്യമായി തേജസ് പറന്നത്. എന്നാൽ വ്യോമസേനയിലേക്ക് എത്തിയത് 2015 മാത്രമാണ്. സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ മോഡലാണ് തേജസ്. ഇതിന്റെ ഭാരം കുറഞ്ഞ ഘടനയും ശക്തമായ പ്രകടനവും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. 6.5 ടൺ മാത്രമാണ് ഈ ജെറ്റിന്റെ ഭാരം. മറ്റു ജെറ്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. അതിനാൽ തന്നെ വായുവിൽ മിന്നൽ വേഗത്തിൽ കുതിക്കാനും അതിശയകരമായ പ്രകടനങ്ങൾ നടത്താനും കഴിയും. രൂപകൽപ്പനയും ഘടനയും കഴിവുമാണ് തേജസിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ കണ്ടുപിടുത്തം കൂടിയാണ് തേജസ്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് ഈ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ഉള്ളത്. അത്യാധുനിക കാർബൺ ഫൈബർ സംയുക്തം ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. വിമാനത്തിന്റെ ഭാരം കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെ. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ സൂപ്പർസോണിക് യുദ്ധവിമാനം എന്ന ബഹുമതിയും തേജസിന് സ്വന്തമാണ്. തേജസ് MK2 എന്നത് ഇന്ത്യയുടെ തേജസ് MK1, തേജസ് MK1A എന്നിവയേക്കാൾ പരിഷ്കരിക്കപ്പെട്ട ആധുനിക യുദ്ധ ജെറ്റാണ്. ഇത് 4.5 തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണെങ്കിലും ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഇതേ 4.5 തലമുറയിൽപ്പെട്ട റഫാലിനേക്കാൾ പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്.
ഇത് ഉടനടി പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് മോദി സർക്കാർ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ PK മിശ്ര തേജസ് MK2 നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ HALന്റെ ബംഗളൂരു ഫാക്ടറി നേരിട്ട് സന്ദർശിച്ച സംഭവം അടക്കമുണ്ടായത്. 9G ടേണുകൾ, അതായത് യുദ്ധ പൈലറ്റിന് ടണൽ വിഷൻ നൽകുന്ന സ്പീഡാണിത്. ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, നൂതന എയറോഡൈനാമിക്സ് എന്നിവയിൽ ഇന്ത്യയുടെ തേജസ് MK2 F-16 മറികടക്കുന്നു. കനാറ്റുകളും ഭാരം കുറഞ്ഞ ഫ്രെയിമുമുള്ള തേജസ് MK2 ചടുലതയ്ക്കായി നിർമ്മിച്ചതാണ്. പല കാര്യങ്ങളിലും ഫ്രാൻസിന്റെ ആധുനിക വിമാനമായ റഫാലിനേക്കാൾ മുൻപന്തിയിലാണ് തേജസ് MK2. ഇപ്പോൾ തേജസ് MK2 എവിയോണിക്സ് സംവിധാനങ്ങൾ സംയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് HALലെ എഞ്ചിനീയർമാർ. യുദ്ധവിമാനത്തിന്റെ എയർ ഫ്രെയിം സംയോജനം കഴിഞ്ഞതിന് ശേഷമുള്ള നിർണായക ഘട്ടമാണ് ഏവിയോണിക്സ് സംയോജനം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് ഏവിയോണിക്സ്. ആശയവിനിമയം, നാവിഗേഷൻ, ഒന്നിലധികം സിസ്റ്റങ്ങളുടെ ഡിസ്പ്ലേ, മാനേജ്മെന്റ്, വ്യക്തിഗത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നിരവധി ഏവിയോണിക് സംവിധാനങ്ങൾ ഒരൊറ്റ യുദ്ധജെറ്റിൽ സംയോജിപ്പിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. തേജസ് MK2 ഏവിയോണിക്സ് ഘടകങ്ങൾ താഴെ പറയുന്നതാണ്: അടുത്ത തലമുറ ദൗത്യ കമ്പ്യൂട്ടർ, അഡ്വാൻസ്ഡ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റംസ്, വൈഡ് ഏരിയ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ, യൂണിഫൈഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, ഓൺബോർഡ് ഓക്സിജൻ ഉൽപാദന സംവിധാനം, സുരക്ഷിതമായ ആശയവിനിമയ ഡാറ്റ ലിങ്ക് സംവിധാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സങ്കീർണമായ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സംയോജിപ്പിക്കുക എളുപ്പമല്ല. പക്ഷേ ഈ കടമ്പ കടന്നാൽ തേജസ് MK2 നിർമ്മാണത്തിൽ ഇന്ത്യ വലിയൊരു കുതിപ്പ് കൈവരിക്കും. തേജസ് MK1A അന്തിമ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ തേജസ് MK2 പൂർത്തിയാക്കാനും മോദി സർക്കാർ HALൽ സമ്മർദ്ദം ചെലുത്തുന്നു. ആധുനിക യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു നാഴികക്കല്ലാണ് തേജസ് യുദ്ധജെറ്റുകൾ. എഞ്ചിൻ തകരാറ് മൂലം ധീരജവാന്മാരുടെ പലരുടെയും ജീവനെടുത്ത പഴയകാല MiG യുദ്ധവിമാനങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ തേജസിലേക്ക് ചുവടുവെച്ചത്. ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ളതിനാൽ തേജസ് യുദ്ധവിമാനത്തെ മൾട്ടി റോൾ യുദ്ധവിമാനം എന്നാണ് വിളിക്കുക. ഒരു സിനിമയെ ഉദാഹരണമാക്കി പറയുകയാണെങ്കിൽ കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം, സംവിധാനം എന്നിവ എല്ലാം ഒരാൾ നിർവഹിക്കുന്നത് പോലെയാണ് വ്യോമപ്രതിരോധം, കരയിലേക്ക് ആക്രമണം നടത്തൽ, വിമാനത്തെ ആസ്പദമാക്കിയുള്ള മറ്റു ദൗത്യങ്ങൾ തുടങ്ങി എല്ലാം നിർവഹിക്കാൻ ശേഷിയുള്ളതാണ് തേജസ്. നിരീക്ഷണ പറക്കൽ നടത്തുക, ആകാശത്ത് വെച്ച് മറ്റൊരു യുദ്ധജെറ്റിന് നേരെ ആക്രമണം നടത്താനും ആകാശത്ത് നിന്ന് കരയിലേക്ക് മിസൈലോ ഗ്ലൈഡ് ബോംബോ അയക്കാനും തേജസിന് സാധിക്കും. ഇതിന്റെ ഭാരം ഇന്ത്യയുടെ സുഖോയ് 30 MK1 റഫാലിനേക്കാളും കുറവാണ്. ഇന്ത്യയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന നിർവഹിച്ചപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യ തദ്ദേശീയമായ ഒരൊറ്റ യുദ്ധവിമാന നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി നിർമ്മിക്കുകയാണ്. തേജസ് MK1 കഴിഞ്ഞ് തേജസ് MK1A നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അതിനൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു മാറ്റം അല്ലെങ്കിൽ കരുത്ത് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നൽകാൻ സാധിക്കും. ഏതായാലും ഇന്ത്യയുടെ കുന്തമുനയാണ് നിലവിൽ തേജസ് ഫൈറ്റർ ജെറ്റുകൾ. നിലവിൽ തേജസ് MK1A എന്ന ഏറ്റവും പുതിയ മോഡലിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ സേനകൾ. ഈ പുത്തൻ തലമുറ തേജസ് ജെറ്റുകൾ പരീക്ഷണ പറക്കലിനുള്ള തയ്യാറെടുപ്പിലാണ്. മുൻഗാമിയേക്കാൾ ഏറെ ശക്തനാണ് ഈ മോഡൽ എന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം വളരെ വേഗത്തിൽ തന്നെ അത് നമ്മുടെ നാവികസേനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വ്യോമസേനയ്ക്കും അത് ലഭിക്കും. ഇതോടുകൂടി തന്നെ വലിയൊരു കരുത്താണ് നിരന്തരം ഭീഷണി ഉയർത്തുന്ന ഈ രാജ്യങ്ങൾക്ക് മേൽ തേജസ് ഉയർത്താൻ പോകുന്നത്.